വെൽക്കം ബാക്ക് ടു ചാനൽ KNR വ്ലോഗേഴ്സ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള പാർക്കിലാണ്. ക്യാപിറ്റൽ പാർക്കാണ്. ഇതാണ് നമ്മുടെ പാർക്ക് കേട്ടോ. അതുപോലെ നല്ല അടിപൊളി പാർക്കാണ്. നമ്മുടെ പാർക്കിൻ്റെ നടുക്ക് വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ പള്ളിയുണ്ട്. പിന്നെ അത് ടോയ്ലറ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാർക്ക്. അതാണ് വാട്ടർ ഫൗണ്ടൈൻ. അപ്പോൾ ഗൈസ് ഞാൻ വെഡ്ഡിങ് മെഷീൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഏതെടുക്കാൻ പോണേ? ഒരു ഇട്ടല്ല. ഏതെടുക്കുന്നത്? ആ പണിയാ കിട്ടുമെന്നറിയില്ല ഗൈസ്. ഇതിന്റെ താഴെയാണ് ഇടേണ്ടത്. ഗൈസ് നിലത്ത് വീണു. ഇവിടെ വേറെ ഒന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഗൈസ് ഇട്ടിട്ടുണ്ട്. ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ഗൈസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ് ദിയൻ്റെ കളിക്കുന്ന മെയിൻ സ്ഥലമാണിത്. ഇനി ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ്. അപ്പോൾ ഗൈസ് ദിയ കയറിയാണ്. അതിൻ്റെ ഇപ്പുറത്തൊരു പെണ്ണ് ഓട്ടി ചാടിപ്പോകുന്നുണ്ട്. ഫസ്റ്റ് ദിയക്ക് ഇതിൽ വളരെ കൊടിയാണ്. ഇപ്പോഴും അത് ഇതിനൊരു നിസാരമാണ്. ഗൈസ് അവള് കീന ഗൈസ് ഇവിടെ വേറെ ഒരു സ്ലൈഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഊനാല് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു തൂങ്ങുന്ന സമയത്ത് ഇതുവരെ ട്രൈ ചെയ്തിട്ട് ഇതിലേക്ക് പേടിയായതുകൊണ്ട് ഇവിടെ ഒരു ഊനാലുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇത് ചെറിയ പ്ലേസ് ആണ്. അങ്ങനെയല്ല, പക്ഷെ ഇത് വലിയ ആൾക്കാർ കളിക്കുന്നതാണ്. ഇതാണ് പാർക്കിൻ്റെ ഒരു വശം. ഇവിടെ ഒരു ടർഫുണ്ട്. നടപ്പാത അങ്ങ് നീണ്ടു വെക്കുന്ന വലിയ പാർക്കാണ്. ഇവിടെ ചെടികളുണ്ട്. മതിൽ പോലെയെല്ലാം ഉണ്ട് ഒരു സൈഡിൽ മാത്രം. ഇത് ഫുൾ ചെടികൾ നട്ടതാണ്. ഇപ്പുറത്തെ സൈഡ് റോഡാണ്, മെയിൻ റോഡാണ്. ഗൈസ് ദിയ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. രണ്ട് ജാറും എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു വാട്ടർ എടുക്കുന്ന വിഷയമുണ്ട്. നമ്മൾ നേരത്തെ ഒരു ചെറിയ കൂടി ഇട്ട് ഒരു വാട്ടർ ഇട്ടും. അതാണിത്. പിന്നെ ഇവിടെ ഒരു വലിയ സർക്കിളായിട്ട് ഇതുണ്ട്. ഇവിടെ നോ പെറ്റ്സ് അലൗഡ് ഇടുന്നുണ്ട്. ഇവിടെ വലിയ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ഫുൾ പൂക്കളെല്ലാം നട്ടിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ പൂക്കളെല്ലാം നട്ട വേഗം വളരുകയും ചെയ്യും. പിന്നെ ഇവിടെ പൂക്കൾ പറിച്ച ഫൈനുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിപ്പുറം തന്നെ വലിയ മരമൊക്കെ ഉണ്ട്. ഇതാ ഞാൻ നേരത്തെ കാണിച്ചത് ഇതാട്ടോ. രാത്രി ഇവിടെ വന്നാൽ ഭയങ്കര ഭംഗിയാണ്. കുറേ ചെടിയെല്ലാം വളർത്തി മതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ കുട്ടികളുടെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ കൂടുതലും ചെറിയ കുട്ടികൾ കളിക്കുന്നതാണ്. ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഫുൾ ഇതേപോലത്തെ പുല്ലാണ്. ഇവിടെ നിന്ന് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുക. പിന്നെ ഇവിടെ ഇരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ചില ആൾക്കാർ ഇവിടെ ഫുഡെല്ലാം എടുത്തിട്ട് വരും. രാത്രി ഫുഡെല്ലാം ഇടുന്ന് കളിക്കുന്നവർക്കുണ്ട്. പിന്നെ ഇതൊരു വലിയ പള്ളിയാണ്. ഓക്കെ, നല്ല അടിപൊളി മരമാണ് കുട്ടികളുടെ ആൾക്ക്.
വേറൊരു ടർഫാണ്. ഇവിടുത്തെ ടർഫിലെല്ലാം ഫുട്ബോളിൻ്റെ പോസ്റ്റും ബാസ്കറ്റ് ബോളിൻ്റെ മറ്റേ ഇടുന്ന സംഭവമൊക്കെ മിക്സ് ആയിട്ട് ഇടുന്നതാണ്. ഈത്തപ്പഴത്തിന് പനയുടെ ഇതുപോലത്തെ ഇതൊരു ടവറാണിത്. കണ്ട പന പോലത്തെ ഒരു ടവറാണ് കേട്ടോ ഇത് കണ്ടാൽ ആരായാലും ഫസ്റ്റ് ലുക്കിൽ പനയാന്ന് വിചാരിക്കും. കുറച്ച് വെക്കുന്ന ഈത്തപ്പഴമാണ് ഇവിടെ കാണുന്നത്. ഇതാണ് വാട്ടർഫോണ്ട്. ഇത് പാറ അതിൻ്റെ മുകളിലാണുള്ളത്. ഇവിടെ പൂക്കൾ നട്ടിട്ടുണ്ട്. ഇതാണ് പാർക്കിലെ രാത്രി ടൂർ. നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ബൈ.